ഹലോ മക്കളെ, അപ്പം നിങ്ങളിൽ പലരും കുറേ നാളായിട്ട് ചോദിക്കുന്നു, സാർ IT ക്ലാസ് എവിടെ, IT ക്ലാസ് വേണം. കാരണം IT കൂടെ A+ കിട്ടിയാലേ സാർ ഞങ്ങൾക്ക് ആ ഫുൾ A+ എന്നുള്ള ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. മക്കളെ, അതിനു വേണ്ടി നിങ്ങൾക്കായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി IT ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് മറ്റാരുമല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്നേ ദിവസം വരെ ക്ലാസ് എടുത്ത് ഇനി അങ്ങോട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന നമ്മുടെ സ്വന്തം അലൻ സാറാണ് നിങ്ങൾക്ക് വേണ്ടി IT എടുക്കാൻ വരുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് അലൻ സാറിൻ്റെ IT ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ പരീക്ഷയിൽ പോയി ഇരുന്നാൽ ഒരു സംശയമില്ല മക്കളെ, എന്ത് പരീക്ഷയിൽ, നിങ്ങളുടെ പരീക്ഷയിൽ പ്രാക്ടിക്കൽ പരീക്ഷയായിക്കോട്ടെ, തിയറി പരീക്ഷയായിക്കോട്ടെ, എന്താണോ അവിടെ ചോദിക്കാൻ പോകുന്നത് അത് എന്ത് ചോദിച്ചാലും പുഷ്പം പോലെ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാനും ചെയ്തു കൊടുക്കാനും പറ്റും. ആ ലെവലിലേക്ക് നിങ്ങളെ അലൻ സാർ ആക്കിയെടുക്കും. അതിന് ഫസ്റ്റ് വീഡിയോ ആയിട്ട് അലൻ സാർ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അലൻ സാറിൻ്റെ സുരക്ഷിതമായ കൈകളിലേക്ക് നിങ്ങളെ ഞാൻ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ IT പരീക്ഷയ്ക്കും കൂടി നമുക്ക് ഫുൾ A+ മേടിക്കാം. അപ്പം കുറേ ആൾക്കാർക്ക് മാത്സ് എക്സാമിനറുടെ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അലൻ സാറാണ് മാത്സ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് IT കൂടി ഫുൾ പവറോടെ വളരെ സിമ്പിളായിട്ട് ഞാൻ മൊത്തം പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഫുൾ പവറോടെ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെ ക്വസ്റ്റ്യൻ വേണം, എന്തൊക്കെ പ്രാക്ടിക്കൽ വീഡിയോസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് പ്രാക്ടിക്കൽ ഇപ്പോൾ തന്നെ തുടങ്ങാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു നിങ്ങളുടെ പ്രാക്ടിക്കലിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ പ്രാക്ടിക്കൽ എടുക്കാൻ പോകുന്ന അലൻ സാർ തന്നെയാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം ഈ IT അല്ല ICT പ്രാക്ടിക്കലിലെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഫുള്ള് കാണാം. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എങ്ങനെയാണ് 7 മാർക്ക് കിട്ടുകയെന്ന്. ഓർക്കണം, 4 ക്വസ്റ്റ്യനാണ് വരിക, 7 മാർക്ക് വരുന്ന പ്രാക്ടിക്കലിൽ. അപ്പോൾ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം, എങ്ങനെ വരും, എന്ത് ചെയ്യണം. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇതേ ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് പഠിക്കാനാണോ? അല്ല, എങ്ങനെയാണ് ഇതിൽ പെട്ടി ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിൽ സ്ട്രോക്ക് മാറ്റുക, എങ്ങനെയാണ് ആ സെറ്റിങ്സ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അല്ല ഇതേ കോപ്പി അടിച്ച് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ എന്താണെങ്കിലും വരുന്നത് ഗ്യാരണ്ടി ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കാണാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എടുത്തുതരാം, നിങ്ങൾക്ക് ഇതാ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇതാണ് മലയാളം മീഡിയം കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കേ, ആക്ടിവിറ്റി 1.2 റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ബിലോ ആൻഡ് ഈ ബാനർ ഉണ്ടാക്കണം ഇൻ സ്പേസിൽ. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ തീർത്തരും. പിന്നെ വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, ഇങ്ക് സ്പേസിൽ ഈ ബാനർ ചെയ്യാം. അപ്പോൾ നമ്മളോട് തന്നിരിക്കുന്ന ഹിൻസ് ഇതൊക്കെയാണ്. ഹിൻസ് എന്താ പറയുന്നത്? ഡ്രോ റെക്ടാങ്കിൾ ആൻഡ് ഗിവ് കളർ. ഒരു ചതുരം വരച്ചിട്ട് അതിന് കളർ കൊടുക്കുക. ഇൻക്രീസ് ദ ബോർഡർ ആൻഡ് സൈസ്. ഓക്കെ, ബോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയണം സ്ട്രോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്, സ്ട്രോക്ക്. ഓക്കെ, അത് കൂട്ടണം, ഇതേപോലെ ആക്കണം. ടൈപ്പ് ദ ടെക്സ്റ്റ് ഉബുണ്ടു എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം, ഉറൂബ് ഫോണ്ട് ഉപയോഗിക്കണം. ഇൻസേർട്ട് ദ ഇമേജ് ഉബുണ്ടു ലോഗോ എന്ന് പറഞ്ഞ ലോഗോ നമ്മൾ ഇടണം. ഇമേജസ് 10 ഫോൾഡറിലുണ്ട്, ആ ഫോട്ടോ നമ്മൾ എടുത്തിടണം. അതായിരിക്കും ചക്രം പോലത്തെ സാധനം. ഓക്കെ, ഇനി എക്സ്പോർട്ട് ചെയ്യണം PNG ഫോർമാറ്റിൽ. നമ്മൾ എപ്പോഴും ഡിഫോൾട്ട് ആയിട്ട് ഇങ്ക് സ്പേസിൽ എക്സ്പോർട്ട് ആവുന്നത് SVGയിലാണ്. അതല്ല ചെയ്യേണ്ടത്, ഇങ്ക് സ്പേസിൽ നിന്ന് നമ്മൾ PNG ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ എക്സാം എന്ന ഫോൾഡറിൽ ഹോമിലുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ, രജിസ്റ്റർ നമ്പർ 1 2 3 4 5 6 7 8 നിങ്ങളുടെ ആണെങ്കിൽ _ ക്വസ്റ്റ്യൻ നമ്പർ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് Q5 വരില്ല, Q4 ഒക്കെ. ഓക്കെ, ആൻഡ് വേറെ SVG സേവ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇതുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നേരെ ലെഫ്റ്റിലേക്ക് പോവുക, ആപ്ലിക്കേഷൻസിലെ ആക്ടിവിറ്റീസിലേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിക്സിലേക്ക് പോകണം. ഓക്കെ, ഗ്രാഫിക്സിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഇങ്ക് സ്പേസ്. ഓക്കെ, ഇതാ ഇവിടെ നോക്കിയാൽ താഴ്ക്കുന്ന ഇങ്ക് സ്പേസ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ. ഇത് ഞെക്കിയാൽ നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും. ഇനി ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്കൊരു A4 ഷീറ്റ് വല്ല പെട്ടി കാണാൻ പറ്റും. അത് ഒഴിവാക്കാനാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി എന്താണ്? ഫയലിലേക്ക് പോവുക, ഏറ്റവും ലെഫ്റ്റ് മേലുള്ള ഫയൽ മെനുവിലേക്ക് പോവുക, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്. ഇത് കണ്ടോ, ഷിഫ്റ്റ് കൺട്രോൾ ഞെക്കിയാലും വരും, പക്ഷേ അത് ഞെക്കണ്ട, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇനി നിങ്ങൾ കാണാം ഷോ പേജ് ബോർഡർ, ഏറ്റവും താഴെ ബോർഡറിൽ ഷോ പേജ് ബോർഡർ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ആ ടിക്ക് പോയി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ബോർഡർ ഇല്ലാത്തൊരു സ്ക്രീൻ കിട്ടി. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ ആ ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ലോഗോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഈ റെക്ടാങ്കിൾ വരയ്ക്കാം, ഈ ഒരു ചതുരം വരയ്ക്കാം. ഓക്കെ, ചതുരം വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിതാ ഇവിടെ ഇതൊക്കെ ടൂൾസ് ഉള്ളത്, ഇത് പോയിന്റർ ടൂൾ. ഓക്കെ, സെലക്ട് ചെയ്യാനുള്ള പോയിന്റർ ടൂൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. നമുക്ക് ഇത് മാഗ്നിഫിക്കേഷൻ സൂം ചെയ്യാനല്ല, സ്കെയിലും അതൊന്നുമല്ല വേണ്ട. ക്രിയേറ്റ് റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ, ചതുരങ്ങൾ അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ടാക്കാനുള്ള ടൂൾ. അപ്പോൾ F4 നിൽക്കാൻ മതി, അല്ല ഇത് നിൽക്കുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ തന്നെ വരുമോ? ഇല്ല, നമ്മൾ വലിച്ചുണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരാ. നമ്മളെന്താ ഒരു ഉബുണ്ടു ഇങ്ങനെയൊക്കെ ഉണ്ടാവുക നമുക്ക് തോന്നുന്നു. ഓക്കെ, റെഡി. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കളർ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കളർ കാണിച്ചത് നിങ്ങൾക്ക് ഇതാണോ കളർ? അല്ല, ഒരു ലൈറ്റ് ഗ്രേ ഉള്ളിൽ, പുറത്ത് ഒരു ഓറഞ്ച് അല്ലെ റെഡ് പോലത്തെ കളർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനേക്ക് നിങ്ങൾ ഈ നമ്മുടെ ഈ റെക്ടാങ്കിളിൻ്റെ
ഫില്ല് ഉള്ളിലുള്ള കളർ മാറ്റണം, പുറത്തുള്ള സ്ട്രോക്ക് ബോർഡർ മാറ്റണം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരിക, ഇത് ഞെക്കിക്കൊണ്ട് തന്നെ ഒബ്ജക്റ്റിൽ പോവാം. ഓക്കെ, ഇതിൻ്റെ പറ്റിയിട്ട് ഈ ചതുരത്തിന് എല്ലാ സാധനങ്ങളും മാറ്റണമെങ്കിൽ ഒബ്ജക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിലേക്ക് പോകുന്നു. ഒബ്ജക്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് കാണും. ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഉള്ളത്തെ കളറും ബോർഡർ കളറും. ഇനി അത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ ഒരു പെട്ടി വരും. ഞാൻ ആ പെട്ടി എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കിവിടെ ഫില്ലും സ്ട്രോക്കും കാണാം. ഫില്ല് കാണാം, സ്ട്രോക്ക് പെയിൻറ്റ് കാണാം, സ്ട്രോക്ക് സ്റ്റൈൽസ് കാണാം. ഓക്കെ, അപ്പോൾ ഫില്ലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നിൽക്കാം. എന്നിട്ട് എന്താണ് ഏത് കളർ നമുക്ക് കൊടുക്കണം തീരുമാനിക്കാം. ഇനി ഈ ഫില്ല് ആൻഡ് സ്ട്രോക്കിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ പെട്ടി ഫില്ല് നിൽക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കളറും കാണില്ല, അപ്പം ഇങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ പെട്ടി നിൽക്കുക, ഫ്ലാറ്റ് കളർ. നിങ്ങൾക്ക് RGB ഉണ്ട്, HSL ഉണ്ട്, CMYK ഉണ്ട്, ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാൻ നിങ്ങൾ വീലിലേക്ക് വരിക, ചക്രത്തിലേക്ക്. ഓക്കെ, ഇത് നോക്കിയാൽ നമുക്ക് വേണ്ട കളർ ഈ പച്ച ഇതൊന്നുമല്ല, ഈ റെക്ടാങ്കിൾ ഒന്നുമല്ല വേണ്ട. എന്താണ് നമ്മൾ ഈ ട്രയാങ്കിളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇവിടേക്ക് വരും, താഴേക്ക് ഉണ്ടോ, ബ്ലാക്കിലേക്ക് അടുത്തേക്ക് വന്നല്ലോ. ബ്ലാക്കിൻ്റെ അടുത്തൊരു ഗ്രേ കിട്ടിയില്ലേ? ഇത്രയും മതി. പെർഫെക്റ്റ് കളർ വേണോ? നിർബന്ധമൊന്നുമില്ല. ഇത് കിട്ടിയില്ലേ? ഇനി അതുമല്ല, നിങ്ങൾക്ക് താഴെ കാണുന്ന പെട്ടികളാണ്, താഴെ അവിടെ നിങ്ങൾ ആ കളർ നെക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ഈ ഗ്രേ സെലക്ട് ചെയ്യുന്നു. കുറച്ചുകൂടി ഡാർക്ക് ആക്കാം അല്ലേ? കുറച്ചുകൂടി ഡാർക്ക്. ഇത് കുറച്ചുകൂടി നല്ല. ഓക്കെ, ഇനിയിപ്പോൾ അത് കിട്ടി, ഞാൻ എന്ത് ചെയ്യുന്നു? അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പെട്ടി കിട്ടി. ഇനി പക്ഷേ എനിക്ക് എന്താണ് വേണ്ടത്? സ്ട്രോക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് വീണ്ടും ഒബ്ജക്റ്റിൽ പോകുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോകുന്നു. ഈ പ്രാവശ്യം സ്ട്രോക്ക് പെയിൻറ്റ് രണ്ടാമത്തെ സെക്ഷൻ നിൽക്കുന്നു. ഇനി എന്താണ്? ഞാൻ രണ്ടാമത്തെ പെട്ടി നിൽക്കുന്നു. ഇനി നമുക്ക് ഏതാണ് വേണ്ടത്? റെഡ് കളർ എന്നല്ലേ വേണ്ടത്? റെഡ് കളർ വേണം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റെഡ് കളർ കൊടുത്തിട്ടും ഒരു പെട്ടീൻ്റെ ബോർഡർ കാണുന്നില്ലല്ലോ സർ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കാണിച്ചു. ഇതാ, ഈ ബോർഡർ കൊടുത്തിട്ട് നമ്മളോട് ഇൻക്രീസ് ദ ബോർഡർ സൈസ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ ബിലോ. നമ്മുടെ മോഡലിൽ കാണിച്ച പോലെ നല്ല കട്ടി ആക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രോക്ക് പെയിൻറ്റിൽ ഇവിടെ സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരാം. ഇപ്പോൾ കണ്ടോ, ഒരു 0 mm എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. നമ്മൾ കൂട്ടുന്നു, അവിടെ ഞെക്കി പിടിച്ചുകൊണ്ടത് അത് ഭയങ്കര കൂടിപ്പോയി. ഇത്രയും കൂട്ടണ്ട, നമ്മൾ കുറച്ച് കുറയ്ക്കുന്നു. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ കട്ട് ചെയ്യും. നോക്കിയപ്പോൾ കണ്ടല്ലേ? റെഡി, സെറ്റ് ആണല്ലോ. അപ്പം സ്ട്രോക്ക് സ്റ്റൈലിലാണ് ഇത് വരിക. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? പെട്ടി ഉണ്ടാക്കി, ഫില്ല് കൊടുത്തു, പെട്ടീൻ്റെ സ്ട്രോക്ക് കൊടുത്തു, എല്ലാം കറക്റ്റ് കൊടുത്തു. ഇനി അടുത്ത വേണ്ട എന്താണ്? ടൈപ്പ് ദ ടെക്സ്റ്റ് ഉബുണ്ടു യൂസിങ് ഉറൂബ് ഫോണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ വെറുതെ ടൈപ്പ് ചെയ്താൽ മതി, എവിടെയെങ്കിലും നോക്കിയിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുന്നു. ഒന്നെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടി ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ഞെക്കുന്നു. ഓക്കെ, ഇനി സാൻസ് സെറിഫ് എന്നുള്ള ഫോണ്ട് അല്ല വേണ്ടത്, അത് ഇപ്പം തന്നെ മാറ്റിക്കോ, പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉറൂബ് എന്നല്ല, ഉറൂബ് ഞെക്കുന്നു. ഇനി നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഉബുണ്ടു, UBU. എന്താ എവിടെ പോയി എൻ്റെ ഉബുണ്ടു? UBU. അവിടെ പോയി കണ്ടേതാ, UBUNTU. ഭയങ്കര ചെറുതാണ്. ഇനി എന്താണ്? നമുക്ക് രണ്ട് രീതിയിൽ വലുതാക്കാം. എനിക്കിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഫോണ്ട് സൈസ് കൂട്ടാം. ഓക്കെ, ഇങ്ങനെ ഫോണ്ട് സൈസ് കൂട്ടാം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ടൂൾ ഞെക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സൈഡിലടങ്ങ് വലിക്കുന്നു. വലിച്ച് ഉബുണ്ടു. സ്പെല്ലിംഗ് തെറ്റിയില്ല സാറിൻ്റെ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ടൂൾ ഒന്നുകൂടി എടുക്കുന്നു, എഡിറ്റ് ചെയ്യാൻ പോകുന്നു, B നോക്കിയിട്ട് U നിൽക്കുന്നു. അപ്പോൾ ഉബുട്ടു എന്നായി. അപ്പോൾ ഇപ്പോഴാണ് ശരിയായത്, ഉബുണ്ടു എന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതെടുത്ത് പെട്ടിയിൽ വെക്കുന്നു. ഓക്കെ, പെട്ടിയിൽ വെക്കുന്നു. പക്ഷേ ഇനിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എനിക്കെന്താണ്? ഇവിടെ കുറേ സ്ഥലമുണ്ട്. ഇനി ഉബുണ്ടുവിൻ്റെ കളർ എന്തായിരുന്നു? ഓറഞ്ച് കളർ. എവിടെ നമുക്ക് വേണ്ടത്? അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ്? ഒബ്ജക്റ്റിൽ വരുന്നു, ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഫില്ല് മാറ്റുന്നു. ഫില്ല് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് താഴെ നിന്ന് സെലക്ട് ചെയ്യാൻ. താഴെ ഇവിടെ ഓറഞ്ച് കണ്ടല്ലോ, ഓറഞ്ച് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഈ കളർ വീലിന് സെലക്ട് ചെയ്യാം. അത് കിട്ടി, ഓറഞ്ച് കിട്ടി. കറക്റ്റ് ഓറഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് എന്താണ്? ഇൻസേർട്ട് ദ ഇമേജ് ഉബുണ്ടു ലോഗോ ഫ്രം ഇമേജസ് 10 ഫോൾഡർ. നമ്മളോട് ഇമ്പോർട്ട് ചെയ്യാൻ അറിയുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൻ്റെ കളർ അത്ര ശരിയല്ല അല്ലേ? നമുക്ക് കളർ കുറച്ച് അടിപൊളിയാക്കാം. ഇത് മോശമല്ല. ഓക്കെ, ഇത് കുറച്ചുകൂടി ബെറ്ററാണ്. ഓക്കെ, കുറച്ച് ഏകദേശം കറക്റ്റ് ആയാൽ മതി. ഓരോ പെർഫെക്റ്റ് കളറാണെന്ന് ഒരു നിർബന്ധമല്ല കേട്ടോ. ഇനി നമുക്ക് എന്താണ്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഈ എക്സാം 10ൻ്റെ ഉള്ളിൽ ഈ ഉബുണ്ടു ലോഗോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഫയലിൽ പോകുന്നു, ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട്, Ctrl+I ഞെക്കിയാൽ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് നിൽക്കുമ്പോൾ എന്താണ് കിട്ടുക? നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നിങ്ങളുടെ പ്രൊഫൈലിൽ പേര് നിൽക്കുക, അല്ലെങ്കിൽ ഹോം എന്നൊക്കെ നിൽക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ ഫോൾഡേഴ്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ ഇമേജ് 10 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എക്സാമിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ കിട്ടും. ഞാനിവിടെ ഇമേജ് 10ൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇമേജ് 10 വരുമ്പോൾ ഉബുണ്ടു ലോഗോ കണ്ടല്ലോ, അത് ഞെക്കി ഇവിടെ റൈറ്റിൽ ഓപ്പൺ നിൽക്കുന്നു. ഓപ്പൺ ഞെക്കി കഴിഞ്ഞാൽ നോക്കിയേ, ഇതങ്ങനെ നിൽക്കുക, എല്ലാം ഓക്കെയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ വലിയൊരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഇതാണ്. പക്ഷെ ഇതിവിടെ വെച്ചാൽ മതിയോ? പോരാ, ചെറുതാക്കിക്കേ. കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഞെക്കിയാൽ കറക്റ്റ് ആ സൈസ് അങ്ങനെ തന്നെ നിന്നോളും, ലോക്കായിട്ട്. ഇനി നമ്മളിവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇയാളെ ഞെക്കി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുന്നു. ചിലപ്പോൾ ചെറുപ്പം കൂടിപ്പോയി, അപ്പോൾ കുറച്ചുകൂടി വലുതാക്കാം. കമോൺ, സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എല്ലാം റെഡി നോക്കാം. ഇനി കുറച്ച് നീക്കണമെങ്കിൽ നല്ല കീബോർഡിൻ്റെ കീ ഉപയോഗിച്ച് നമുക്ക് നീക്കാൻ പറ്റും കേട്ടോ, കറക്റ്റ്. അല്ലെ മൗസ് ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കും. ഇനി നോക്കിയേ,
ഇനി ഇത്രയും കഴിഞ്ഞു, കണ്ടിട്ട് എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ആ ഗ്രേ ഒക്കെ ഡാർക്കും ഇതൊക്കെ കുറച്ച് കളർ വ്യത്യാസമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇനി എക്സ്പോർട്ട് ദ ബാനർ ഇൻ PNG ഇൻ ദ ഫോർമാറ്റ് exam10 എന്നുള്ള ഹോമിലുള്ള ഫോൾഡറിൽ. ഓക്കെ, ഫയൽ നെയിം ഒക്കെ പറയുന്നത്. ഇത് സേവ് അല്ല ചെയ്യേണ്ടത്, സേവ് നിങ്ങൾ ചെയ്തോ, അത് നിങ്ങളുടെ വിഷയം. പക്ഷേ ഇത് എന്താണ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത്? നിങ്ങളിവിടെ വരിക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സേവ് ആസ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് PNG ഇമേജ്, അത് നിൽക്കാം. എക്സ്പോർട്ട് PNG ഇമേജ് ഒക്കെ നിങ്ങൾക്ക് ഇതായി പെട്ടി കിട്ടും. അപ്പോൾ ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന ഇവിടെ വെക്കാം. ഇനി എല്ലാവരും ചെയ്യുന്നത് വേഗം എക്സ്പോർട്ട് നിൽക്കും താഴെയുള്ള, അതല്ല നിൽക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫയൽ നെയിം എന്താ അവർ പറഞ്ഞത്? രണ്ട് രീതിയിൽ ചെയ്യാൻ കാണിച്ചാൽ നിങ്ങളുടെ ഫയൽ നെയിം എന്താണ്? രജിസ്റ്റർ നമ്പർ _ നമ്പർ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 66758 എന്നായിരിക്കട്ടെ. ഓക്കെ, ഇനി _shift ഇത് നിൽക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വന്നെന്താ? ക്വസ്റ്റ്യൻ 2 ആയിക്കോട്ടെ. 2 ആണെങ്കിൽ ഇങ്ങനെ സേവ് ചെയ്യണം. ഇനി എക്സ്പോർട്ട് ആസ് നിൽക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ നെയിമിൽ എവിടെയോ സേവ് ആവും. അപ്പോൾ നോക്കിയേ, ഇത് എക്സ്പോർട്ട് ആസ് നിൽക്കുന്നു. ഇനി എന്താണ് പറഞ്ഞത്? exam10 എന്നുള്ള ഫോൾഡറാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ exam10 കാണുന്നത് ഞാൻ തൽക്കാലം image10 ഇടുന്നു. ഓക്കെ, image10 ഇടുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ അങ്ങ് ഉണ്ടാക്കാം അല്ലേ? ഉണ്ടാക്കാം. ഞാൻ ഇവിടെ അങ്ങ് ഉണ്ടാക്കാൻ പോകണേ exam10 എന്ന് പറഞ്ഞിട്ട്. exam10 നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നു. ഇനി ഇതിനുള്ളിൽ ഞാൻ എന്താണ് നെയിം നമ്മൾ സെർച്ച് ചെയ്ത് നേരെ ഇട്ടുണ്ടായിരുന്നു. എന്താണ് 6678 എന്താണ് _ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ 2. ഇനി എന്താണ് .png എന്ന് കൂടി .png. ഇനി എന്താണ് സേവ് ചെയ്യുക .png. ഇനി എന്ത് ചെയ്യുക? എക്സ്പോർട്ട്. ഓക്കെ, ഇനി എക്സ്പോർട്ട് ആക്കണം. ഓക്കെ, ഇനി PMG എന്നാണ് ആൻസർ ടൈപ്പ് ചെയ്തത്, അത് മാറ്റിയിട്ട് PNG ആക്കുന്നു. ഓക്കെ, PNG. ഇനി എന്താണ്? ഇനിയാണ് എക്സ്പോർട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ഈ ഫയൽ പോകില്ല. ഇനി എക്സ്പോർട്ട് നിൽക്കുക. ഓക്കെ, റെഡി. അപ്പോൾ എക്സ്പോർട്ട് കഴിഞ്ഞു. ഇനി എല്ലാവരും ചെക്ക് ചെയ്യണം ഇത് ശരിക്കും നടന്നിട്ടുണ്ടോ, ഇത് ചെയ്തു സേവ് ചെയ്ത് പോയി ഇല്ല, ഇനി അവിടെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റി വരുത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കാതെ 7 മാർക്ക് പോകും. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതാക്കുന്നു. ഞാൻ എന്താണ് ഹോമിലേക്ക് പോകുന്നു. നമ്മുടെ ഹോമിനുള്ളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് exam10 ഉണ്ടോ? exam10 ഉണ്ട്, അത് നെക്കി. അപ്പോൾ നമ്മൾ exam10 നമ്മുടെ ഫയൽ ഇവിടെ റെഡിയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് PNG ഉണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. IT ICT പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാം മക്കളെ പേടിക്കേണ്ട, എക്സാമിനർ ഉണ്ടാകും കൂടെ. അപ്പം നിങ്ങൾ ഇഷ്ടമെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക. ഓക്കെ.